മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വിജയം ആവശ്യപ്പെട്ടുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു ബൈറ്റ് പോലും കൊടുക്കാതെ ഒരു പ്രതികരണം പോലും കൊടുക്കാതെ അമേരിക്കയിലേക്ക് പോകുന്നു എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വാർത്ത. അതാണ് ഞങ്ങൾ കൊടുത്തത്. ശശി തരൂർ നോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതും കൊടുക്കും. അല്ല, അതിലെവിടെയാണ് കോൺഗ്രസ് പാർട്ടി വിലക്കിയിട്ടുള്ളത്? ഓക്കെ, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം പോലും തേടാൻ ആളുണ്ടായില്ല എന്ന് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ വിഷമത്തോടു കൂടി ഞങ്ങളോട് പറഞ്ഞു എന്നാണ് വാർത്ത. അതിനർത്ഥം വിലക്കിയെന്നാണോ? അതിന്റെ അർത്ഥം വിലക്കില്ല എന്നാണെങ്കിൽ അങ്ങത് പറഞ്ഞോളൂ. അതിന്റെ അർത്ഥം ശശി തരൂരിന് വിലക്കില്ല എന്നാണ്. ശശി തരൂർ ഇവിടെ എത്തും എന്നാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ താങ്കൾക്ക് വ്യാഖ്യാനിക്കാം. രാവിലെ തൊട്ട് വാർത്ത കൊടുക്കുക, നിങ്ങൾ രാവിലെ തൊട്ട് തെറ്റായ വാർത്ത കൊടുക്കുക, എന്നിട്ട് ഞാനത് ശരിയല്ല എന്ന്. തെറ്റായ വാർത്ത തെളിയിക്കുന്നത് പിന്നാലെ വരുന്ന മണിക്കൂറുകളാണ്. വാചാലമായൊരു നാക്കല്ല ഒരു വാർത്ത തെറ്റാണോ അല്ലയോ എന്ന് തെളിയിക്കുക. 19-നാണല്ലോ തെരഞ്ഞെടുപ്പ് നടക്കുക. ശശി തരൂർ അമേരിക്കയിലേക്ക് പോകുന്നു എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ശശി തരൂർ വരട്ടെ. ശശി തരൂര് ഈ വാർത്ത തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ട് നിലമ്പൂർ വരട്ടെ. അല്ലെങ്കിൽ ശശി തരൂരിന്റെ കയ്യിൽ നിന്ന് സന്ദേശം വാങ്ങി ഞങ്ങളുടെ വാർത്ത തെറ്റാണെന്ന് പറഞ്ഞ് താങ്കൾ പ്രചരിപ്പിച്ചോളൂ.